ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖന്നെ, അൽഹംദുലില്ലാ. നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. അപ്പം ഇതിൽ ഞാൻ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള റൈസ് റെസിപ്പി ഉണ്ട് കേട്ടോ. ഇത് പെരുന്നാൾക്കും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അടിപൊളി റൈസാണ്. പിന്നെ ഓയിലൊന്നും ഇല്ലാത്ത ഒരു സ്നാക്ക് റെസിപ്പിയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇത്രയും നോമ്പായിട്ട് നമ്മൾ ഓയിൽ ഫ്രൈ ആക്കിയിട്ടുള്ള ഒന്നും പരിയിൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാം നമ്മൾ സ്റ്റീം ചെയ്തിട്ട് അതുപോലെ തന്നെ എയർ ഫെയറിലുണ്ടാക്കും. പിന്നെ കൂടുതലും പോളകളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതിലൊക്കെ ആകുമ്പോൾ കൂടുതലും ഓയിൽ വേണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ ഉണ്ടാക്കൽ. എനിക്ക് തോന്നുന്നു ഞാൻ റമദാനായിട്ട് രണ്ടാമത്തെ വ്ളോഗാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഒന്നാമത്തത് ഇങ്ങനെ ഭയങ്കര മടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ഓയിൽ ഫ്രൈ സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുക്കാമെന്നല്ലാതെ ചിലപ്പം പത്തിരിയും നല്ല ചിക്കൻ്റെ വറുത്തരച്ച കറി ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ എടുക്കാത്തത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു 3 മണിയെല്ലാം ആയപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിക്കനും ബീഫും പിന്നെ ഗ്രീൻ മസാല അരച്ചതും എല്ലാം ഫ്രീസറിലായിരുന്നു, എല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തണുപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ചിക്കനിലെ ഇപ്പം നമ്മളങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. കാര്യം എനിക്ക് കഴിയാതായില്ല, അന്ന് ബ്ലഡിൽ ഇൻഫെക്ഷൻ എന്ന് വന്നില്ലേ. അതിൻ്റെ ശേഷം എനിക്ക് ചിക്കന്, ചെമ്മീൻ, കൂന്തൾ, ഞണ്ട് ഇതൊന്നും കൂടുതൽ കഴിക്കാൻ പറ്റൂല കേട്ടോ. ചെറിയൊരു പീസെല്ലാം കഴിക്കാമെന്നല്ലാതെ പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ കഴിക്കലില്ല കേട്ടോ. കുറച്ചിങ്ങനെ കഴിക്കും കൊതിയാവുമ്പോൾ എന്നല്ലാതെ അങ്ങനെ കഴിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കന് നമ്മൾ കൊണ്ടുവരില്ലേ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കന്. ബീഫ്, മട്ടന് ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പം പറ്റാത്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കലില്ല. കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കും അത്ര തന്നെ. ആദ്യം കിച്ചണിലേക്ക് വന്നിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്താഴത്തിന് എടുത്ത അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണങ്ങിയിട്ടുണ്ടായി. അതെല്ലാം അതാത് സ്ഥലത്തേക്ക് വെച്ച് പിന്നെ അത് ആ ബീഫും ചിക്കനെല്ലാം കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ബീഫില്ലേ എല്ലും നെയ്യൊന്നും ഇല്ലാത്ത ഇറച്ചി മാത്രം അങ്ങനെ വാങ്ങിച്ചാട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം. അത് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ല അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കുന്നതില്ലേ, ഞാൻ പുതിയത് വാങ്ങിച്ചൊരു കുക്കറിലാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുത്തത് ആ കുക്കർ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അന്ന് തന്നെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ അത് കാണൂലല്ലോ. പിന്നെ എനിക്ക് ലിങ്ക് ഷെയർ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഷോർട്ട് വീഡിയോയിൽ യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ലിങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് എനിക്ക് ഷെയർ ആക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതുപോലത്തെ ലെങ്ത് വീഡിയോയിൽ എനിക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ കുക്കറിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുക്കറില്ല, ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിൽ നിന്നാണ് കേട്ടോ. ഇത് വലുതുണ്ട് ചെറുതുണ്ട്, 7 ലിറ്ററിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 3.5 ലിറ്ററിൻ്റെ ഉണ്ട്, ചെറുതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് ചെറുതാണ് ആവശ്യം വരുന്നത്. വലിയത് എന്തെങ്കിലും ഫംഗ്ഷനും പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഉണ്ടാക്കാനുണ്ടാകുമ്പോഴാണ് എനിക്ക് വലുതിൻ്റെ ആവശ്യം വരുന്നത്. എപ്പോഴും എനിക്ക് ചെറുതാണ് കേട്ടോ. ഇത് കറക്റ്റാണ്. ഈ ഒരു മോഡൽ പ്രഷർ കുക്കറില്ലേ, ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ യൂസ് ആക്കുന്നത്. ഞാൻ സാധാ നോർമലാണ് കേട്ടോ ഇതുവരെ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. വേറെ ഒരു മോഡലും ഒരുപാട് ഹാൻഡിൽ പല പല വെറൈറ്റി ആയതും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പം ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഇത് നല്ല സ്റ്റീലാണ്. പിന്നെ അധികം വെയിറ്റ് ഇല്ല കേട്ടോ, എന്നാലാ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് മൂടി കണ്ട, ഇത് രണ്ടിനും യൂസ് ആക്കട്ടാ. ഇത് നമുക്ക് ചെറുതിന് കുക്കറിൻ്റെ മൂടി ചെറുതിനാന്നുണ്ടെങ്കിൽ ചെറുതിനിടാം, വലുതിനാന്നുണ്ടെങ്കിൽ വലുതിനിടാം. പിന്നെ ഒരു ഗ്ലാസിൻ്റെ മൂടി കണ്ടില്ല, അത് നമുക്ക് 2 ഇട്ട് കൊടുക്കട്ടെ. എന്ത് കറി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഗീ റൈസ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക്, അതായത് കുക്കറിൻ്റെ ആവശ്യത്തിന് നമുക്ക് അങ്ങനെ യൂസ് ആക്കാം. അല്ലാതെ നമുക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ മൂടിയുണ്ടല്ലോ, ഒരു ലിഡ് കണ്ടില്ലേ ഗ്ലാസിൻ്റെ, അങ്ങനെയും നമുക്ക് സാധാരണ പോട്ടലിൽ ഉപയോഗിക്കുന്ന പോലെ അങ്ങനെയും യൂസ് ആക്കട്ടെ ഈ 2 കുക്കറും. പിന്നെ ഇതിന് പ്രത്യേകം പറയാനുള്ള വിസിലില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഈ വിസിൽ ചെയ്യാതെ യൂസ് ആക്കുന്നത്. ഇത് സൈലൻ്റ് ആണ്. അപ്പം അത് യൂസ് ആക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയും. ഒരു ബീഫ് ഒരു 20 മിനിറ്റാണ് കേട്ടോ ഞാൻ ടൈമർ വെച്ചിട്ട്. അപ്പോൾ കറക്റ്റ് ആകുന്നുണ്ട്. ഇങ്ങനെ വെള്ളം വറ്റി പോവുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടോ ഈ ഒരു കുക്കറിലില്ലേ. ഫുഡ് നമുക്ക് എന്ത് വെച്ചാലും ഇപ്പോൾ പരിപ്പെല്ലാം വെച്ച് കഴിഞ്ഞാലില്ലേ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നുണ്ട്. അതാണ് ഈ കുക്കറിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ മൂടിയിട്ടാ ആദ്യം നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ടായിരിക്കും ഇതെങ്ങനെ യൂസ് ആക്കുക അങ്ങനെയല്ല. പിന്നെ 2 വട്ടം യൂസ് ആക്കിയാൽ നമുക്കത് അറിയാട്ടോ, അതിനെ പറ്റിയിട്ട് കറക്റ്റ് അറിയുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ടവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം നല്ല ഓഫർ ഉണ്ട് കേട്ടോ, എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ട്.
ബീഫ് നല്ലോണം കഴുകിയിട്ട് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തില്ല, അത് അങ്ങനെ കുറച്ച് വലിയ പീസ് തന്നെ എന്നിട്ട് സ്ലൈസ് ആക്കി കട്ട് ചെയ്തതാണ്. ഇത് സ്നാക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഗ്രീൻ മസാല ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 20 മിനിറ്റ് വേവിക്കാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ബീഫിൻ്റെ ആ ഒരു കണക്ക് അങ്ങനെ കേട്ടോ, അതായത് വിസിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ടൈമർ വെച്ചിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ചിക്കനായിട്ടാട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ ഉണ്ട്. അപ്പം ഫാദർ മാത്രമല്ല ചിക്കൻ കഴിക്കുന്നുള്ളൂ, ഞാൻ ബീഫാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കന് ഞാൻ കുറച്ചെടുത്തിട്ട് ബാക്കി നാളെ മറ്റന്നാളൊക്കെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടും കുറച്ച് ബോൺലെസ് എടുത്തിട്ട് ഗ്രീൻ മസാല ചേർത്തിട്ട് മസാല തേച്ചിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ചിക്കന് റൈസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു പോട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഞാൻ കാണിച്ചിനല്ലേ നോമ്പിൻ്റെ മുന്നേ കുറച്ച് ഉള്ളിയെല്ലാം എയർ ഫയറിൽ ഫ്രൈ ചെയ്തതാന്നിട്ടത്. ഇതൊരു 3 ഉള്ളി ഉണ്ടാവും കേട്ടോ, വലിയ ഉള്ളി അതല്ല, ഒരു മീഡിയം സൈസ് ഉള്ളിയായിരുന്നു, ഒരു 3 ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അത് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ദമ്മിടുമ്പം ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഗ്രീൻ മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ബട്ടട്ട ഉപ്പളത്ത് പറയും കേട്ടോ, ബട്ടട്ട എന്ന് ഉരുളങ്കിഴങ്ങിന് അത് ഒരു 3 ചെറുതാണ് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 എടുത്താൽ മതി, അങ്ങനെ പീസാക്കിയിട്ട്, അതായത് 1-2 പീസാക്കിയിട്ട് എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ അങ്ങനെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിപ്പം കുരുമുളക് പൊടി എൻ്റെ പൊടിച്ചില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ബിരിയാണി മസാല ഇല്ലേ, അത് 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 കപ്പ് കട്ട തൈര് കേട്ടോ, പുളിയില്ലാത്ത തൈരായതോടെ ഒരു 3/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മതി കേട്ടോ, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം കൈവച്ചിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കൈ കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി, കൂടുതലായി പോവണ്ട കേട്ടോ, ചിക്കന് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് തന്നെ മതി. പിന്നെ ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് വരും. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി പാകത്തിനൊക്കെ ഉപ്പുണ്ടാകുന്ന ചെക്ക് ചെയ്യുക കേട്ടോ. നോമ്പിനെങ്ങനെ ചെക്ക് ചെയ്യാമെന്നെല്ലാം ചിലർ എന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും കമൻറ്റ് ചെയ്യും. ഒന്ന് ജസ്റ്റ് നാവിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ ഉപ്പ് നമുക്കറിയാമല്ലോ, അപ്പം തന്നെ വാഴ കഴിക്കാൻ മതി കേട്ടോ. അങ്ങനെ ഇപ്പം റമളാനും നമ്മൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്യൽ. ഇനി മൂടിയിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലേക്ക് വെക്കട്ടോ. എന്നിട്ട് നല്ലോണം തിളച്ചെന്ന് കണ്ടാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടില്ലേ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോട്ട് ഞാൻ സെറ്റായിട്ട് അങ്ങനെ വാങ്ങിച്ചാട്ടാ. ഇത് ഫ്രൈ പാന് വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ചെറിയ 2 പോട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതും ഞാൻ ട്രെൻഡികളിൽ നിന്ന് വാങ്ങിച്ചാണ്, നല്ല ഓഫറുള്ള ടൈമിൽ. ഇതിനെല്ലാം ഇപ്പോൾ നല്ല ഓഫറുണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഇത്ര വെയിറ്റ് വരാൻ കാരണമില്ലേ, ഇത് കാസ്റ്റ് അയണ്ടാന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷേ യൂസ് ആക്കാൻ അടിപൊളിയാട്ടോ. പിന്നെ ഹെൽത്തിനും നല്ലതാണ് ഈ കാസ്റ്റ് അയേണ്ടത്. അപ്പം ഇത് ഞാൻ വൈറ്റും ഈ ഒരു ഗ്രേയും കൂടെ വന്നതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കളറാണ്. ഇതിൽ 3-4 കളറ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പുതിയ മോഡൽ വന്നിട്ടുണ്ട്, അതായത് ചപ്പാത്തിയെല്ലാം ചുടുന്ന ഒരു പരന്നൊരു ഫ്രൈ പാൻ ഉണ്ട്. പിന്നെ ഈ സാധാരണ ഇതിലെല്ലാം കിട്ടിയ ഒരു ഫ്രൈ പാനും കൂടെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ ഒരു പാനും കൂടെ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ നല്ല ക്യൂട്ടായിട്ട് നല്ല കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കും നിങ്ങൾ ഈ ഒരു ലിങ്ക് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു മോഡലും ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മളെ ബീഫ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് പിന്നെ ഇപ്പുറത്ത് ഞാൻ റൈസ് വെക്കുന്നുണ്ട്, അതായത് മന്തി റൈസില്ലേ അതാണ് കേട്ടോ. അപ്പം കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം കേട്ടോ, കൂടുതൽ വെള്ളം വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരി മറ്റരിമ ഒട്ടും ഇങ്ങനെ ചോറിങ്ങനെ ഒട്ടിങ്ങോണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ഞാനിപ്പം 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് കഴുകി വെച്ച റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കൂടുതൽ, അതായത് വെള്ളത്തിനെക്കാട്ടി കുറച്ചും കൂടെ ഉപ്പ്
കുറച്ചും കൂടെ ഉപ്പ് മുന്തിയിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് കൂടുതൽ നിൽക്കണം, എന്നാലാണ് റൈസിൽ കറക്റ്റ് ഉപ്പുണ്ടായിരിക്കുള്ളൂ. പിന്നെ കുറച്ച് ഓയിലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ യാന്ന് മന്തി ആയാലും ഇതുപോലെ നമ്മൾ റൈസെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒട്ടാതെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ കൂടുതൽ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കട്ടെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ചിലർ പറയലുണ്ട് റൈസ് ഇങ്ങനെ ആവുന്ന ഒട്ടുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ചൂടോട് കൂടി വേണം മസാലയ്ക്ക് ഇട്ടെടുക്കാനും. അപ്പോൾ ഒരു 1/4 ഭാഗം വേവുന്നത് വരെ റൈസ് വേവിച്ചെടുക്കട്ടോ, പെട്ടെന്ന് വേവും. പിന്നെ അപ്പുറത്ത് ഞാൻ ഉള്ളി ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്നാക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് 2 ഉള്ളി ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി ഇറച്ചെല്ലാം ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. ഓയിലിങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ, മുകളിലേക്ക് തെളിഞ്ഞ് വരും. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കാൻ. എന്നിട്ടൊരു ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചൂടോടുകൂടി ഒരു 1/4 ഭാഗം വെന്ത റൈസില്ലേ ഇതുപോലെ ഊറ്റിയിട്ട് അപ്പം തന്നെ ചേർത്ത് കൊടുക്കട്ടെ. അതായത് ചൂട് വേണം കേട്ടോ. അതായത് റൈസും നല്ല ചൂട് വേണം, അതുപോലെ തന്നെ മസാലയും നല്ല ചൂട് വേണം. മസാല ചൂടാറിയിട്ട് റൈസ് ആയതിൻ്റെ ശേഷം അങ്ങനെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അഥവാ നിങ്ങൾ ഫസ്റ്റ് മസാല ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇല്ലേ, മസാല ഒന്ന് ചൂടാക്കി എടുക്കുക, എന്നിട്ട് റൈസ് ആ ചൂടോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് ആ മസാലയുടെ മുകളിലേക്ക് റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നെയ്യ്, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയില, മസാലയിലും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യെല്ലാം ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കുക. ഇത് നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ടില്ല വേറെ ദമ്മിടാൻ വേറെ മുകളിൽ പാത്രമൊന്നും വെക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ഒരു പഴയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കാര്യം അടിയിൽ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം ദമ്മിടാൻ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു നമ്മളെ പോട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ബിരിയാണീൻ്റെ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദമ്മിട്ട് കൊടുക്കട്ടോ. സ്നാക്കിനുള്ള ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട്. ഉള്ളി നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ചോപ്പറിൽ ഒരു 2-3 ഉള്ളി ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 3 ഉണ്ട് തോന്നട്ടെ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് എത്രയും വേണമെങ്കിലും എടുക്കട്ടോ. പിന്നെ ബീഫ് നമ്മൾ വേവിച്ചില്ലേ, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് ബീഫ് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ചൂടാറിയതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില, മുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ മസാലകളൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കാര്യം ഗ്രീൻ മസാലയിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ടല്ലോ. പിന്നെ പറയാൻ വിട്ടുപോയതാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പീസ് തന്നെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്, പക്ഷേ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇന്ന് ഞാൻ ബണ്ണ് നിറക്കാമെന്ന് വിചാരിച്ച് ചെറിയ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഇങ്ങനെ ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് അതിൽ ഫില്ലിങ് നിറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത ആ ഒരു ടോപ്പ് പോലത്തെ ഇല്ലേ, അത് അങ്ങനെ ഫില്ലിങ് നിറച്ചതിന് ശേഷം അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ ഒരു 6 എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് തന്നെ 6 എടുത്തിട്ടുണ്ട്. നമ്മളൊരു 4 കേൾക്കൂട്ടോ. പിന്നെ നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടുപോകും, കൊടുക്കും അങ്ങനെ. അപ്പോൾ ഞാൻ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടില്ല, അതിന് കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും, നാളെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. ചെറിയ സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ മെൽറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഫ്ലാക്സീഡും കൂടെ, ഫ്ലാക്സീഡ് അല്ല കേട്ടോ, ചില്ലി ഫ്ലെക്സില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത ആ ഒരു ഭാഗമല്ലേ, അങ്ങനെ മൂടി പോലെ അങ്ങനെ മൂടിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ എയർ ഫ്രയറിലാണ് ചൂടാക്കി എടുക്കുന്നുള്ളത്. നെയ്യ് ഇതാ ബട്ടറില്ലേ, നെയ്യല്ല കേട്ടോ, ബട്ടർ ഇതാ ഇതുപോലെ ഒന്ന് താഴെ മുകളിലൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഇല്ലയെന്നുണ്ടെങ്കിലേ ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എയർ ഫ്രയറിൽ ഒരു 100 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് മതി കേട്ടോ. ഞാനൊരു 8 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മിനിറ്റിൽ തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ നാസർ നിസ്കരിച്ചിട്ടില്ലേ, നാസർ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഫാദർ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സായിട്ട് നാരങ്ങയും ആപ്പിളും ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എയർ ഫ്രയർ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബണ്ണെല്ലാം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തോളിട്ടാം. നിങ്ങളെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ ഈ ഒരു ബണ്ണ് നിറച്ചില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ ഫില്ലിങ്ങിലും ചെയ്യട്ടോ, ചിക്കനിലും ഒക്കെ ചെയ്യുക. പക്ഷേ എനിക്ക് കൂടുതലും ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ ബീഫിലൊക്കെ ഉണ്ടാക്കൽ. ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിഷ്ടപ്പെട്ട ഫില്ലിങ്ങിലെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ബാങ്ക് കൊടുക്കാൻ അയക്കണ്, ടേബിളൊക്കെ സെറ്റാക്കട്ടെ. ജ്യൂസ് ഇതാ നമ്മളെ ഹെൽത്തി പൗഡർ വെച്ചിട്ട് എപ്പോഴും ഞാൻ ഈ ഒരു ജ്യൂസ് തന്നെ ഇട്ടാക്കൽ. വയറ് തണുക്കാനും വേണ്ടിയിട്ട് തൈരും ഈത്തപ്പഴം ഇട്ടിട്ട് നമ്മളെ ഹെൽത്തി പൗഡറില്ലേ അതൊരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും. എന്നിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വയറിനാണെന്നുണ്ടെങ്കിൽ ഈ നോമ്പിന് നല്ലതാണ്. കാര്യം ഇതിൽ ഫ്ലാക്സ് സീഡ് അങ്ങനത്തതെല്ലാം കൂടുതൽ ചേർത്തിനല്ലോ, പിന്നെ റാഗി അതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറിന് നല്ലൊരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇതന്നെ ജ്യൂസാക്കിയിട്ട് നമ്മൾ എടുക്കല്. പിന്നെ വെള്ളം, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ മഗ്‌രിബ് നിസ്കാരവും നമ്മൾ എപ്പോഴാണ് വിശക്കുന്നത് അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് അത് ബിരിയാണിയാണ്. ബിരിയാണി പത്തിരിയാണെന്നുണ്ടെങ്കിൽ പത്തിരി അങ്ങനെ കഴിക്കലാന്ന് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പെല്ലാം തുറന്ന് എത്ര പെട്ടെന്നല്ലേ നോമ്പെല്ലാം പോകുന്നത്, എത്ര പെട്ടെന്നായി. അപ്പം എല്ലാവരും ദുആ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ദുആ ചെയ്യട്ടോ. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓക്കെ അല്ലേ എന്നെല്ലാം, യുദ്ധത്തിൻ്റെ അതെല്ലാം കുറേ ആൾക്കാർക്ക് അറിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റയിലെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ ആണ് അൽഹംദുലില്ലാ. പക്ഷേ ഉൾഭയം ഇല്ലാതിരിക്കില്ലല്ലോ, ഒരു ഉൾഭയം ഉണ്ട്. ഏതായാലും എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഫ്ലൈറ്റെല്ലാം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാനുള്ളിൽ ഒരു ഭയം, അങ്ങനെ കേട്ടോ. ഏതായാലും ദുആ ചെയ്യാം. പിന്നെന്താ ഇതാ നമ്മൾ നോമ്പറക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ റൈസ് തന്നിട്ട്. പിന്നെ ഈ ചിക്കൻ ബിരിയാണീൻ്റെ പേര് സുർബിയാൻ എന്നാണ് കേട്ടോ. സുർബിയാൻ ചിക്കൻ ബിരിയാണിയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഈദിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ മസാലയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ വന്നിട്ടാ. അപ്പോൾ ഇതുപോലെ ദമ്മിടൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.